പഴയ കാലത്ത് അച്ചമ്മ ഉണ്ടാക്കി തരുന്ന ഒരു അച്ചാറുണ്ട് കേട്ടോ. അത് നല്ല അടിപൊളി വടുകപ്പുളി നാരങ്ങയൊക്കെ ഉണ്ടാക്കുന്ന അടിപൊളി അച്ചാർ കേട്ടോ. ഈ അച്ചാർ മെയിനായിട്ട് അവിടെ കല്യാണ പരിപാടിയൊക്കെ ഉണ്ടാകുമ്പോഴാണ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഞാൻ എളുപ്പമായിട്ട് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിൻ്റെ സ്വാദ് എന്ന് പറഞ്ഞാൽ അപാര സ്വാദാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇതിന് വേണ്ടി എടുക്കുന്നത് വടുകപ്പുളി നാരങ്ങയാണ് കേട്ടോ. കാണാനൊക്കെ ഇതേപോലെ വലിയ സൈസായിരിക്കും കേട്ടോ. ഈ സാധനത്തിന് നമ്മുടെ നാട്ടിൽ വടുകപ്പുളി എന്നാണ് കേട്ടോ പറയുക. നിങ്ങളുടെ നാട്ടിൽ ഈ നാരങ്ങയ്ക്ക് എന്താ പറയുകയെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇടണേ ഈ വീഡിയോയിൽ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ നാരങ്ങ ഇതേപോലെ ഒന്ന് അരിഞ്ഞെടുക്കാം. വളരെ ചെറുതായിട്ട് വേണം കേട്ടോ അത് അരിഞ്ഞെടുക്കാൻ, എന്നാലും അതിന് നല്ലപോലെ ടേസ്റ്റ് എല്ലാം കിട്ടുള്ളൂ. അപ്പോൾ നമ്മളൊരു ഫുൾ മാതള നാരങ്ങ വെച്ചിട്ടാണ് ഇന്നത് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. നമ്മൾ ഈ അരിഞ്ഞ പോലെ തന്നെ നിങ്ങളത് അരിയാൻ ശ്രദ്ധിക്കുക കേട്ടോ. അതിനുശേഷം ഒരു 4 പച്ചമുളക് നമ്മൾ എടുക്കുന്നുണ്ട്. അതും ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് വേണ്ടത് ആവശ്യത്തിന് ഉപ്പാണ് കേട്ടോ. നമ്മൾ കുറച്ചധികം ഉപ്പ് ഇടുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങൾ ആവശ്യം പോലെ ഇടാം ഉപ്പ്. അടുത്തായിട്ട് കുറച്ച് ഉലുവപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കായപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് അച്ചാറിന് നല്ലൊരു മണമൊക്കെ കൊടുക്കും കേട്ടോ. അടുത്തായിട്ട് നമുക്കിൽ പൊടികൾ ചേർത്ത് കൊടുക്കാം. നമ്മൾ ആദ്യം തന്നെ ചേർക്കുന്നത് കാശ്മീരി ചില്ലിയാണ് കേട്ടോ. ഏകദേശം ഒരു 4 ടീസ്പൂൺ കാശ്മീരി ചില്ലി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്, നല്ലൊരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നല്ല മുളക് പൊടി അത് 2 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം കുറച്ചും കൂടി നമ്മളൊരു കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒന്നുകൂടി സ്മെല്ലെല്ലാം കിട്ടാൻ വേണ്ടിയിട്ടാണ്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഒന്ന് ലൂസാക്കി എടുക്കേണ്ട. നമുക്കിപ്പോൾ അച്ചാർ നല്ല ടൈറ്റാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ തിളപ്പിച്ചാറിയ മഞ്ഞൾപ്പൊടി ഇട്ട വെള്ളം കേട്ടോ. തിളപ്പിച്ചാറിയതാണ്, അത് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്കൊന്ന് ലൂസാക്കി എടുക്കാം കേട്ടോ. നമ്മൾ കുറച്ചധികം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, മഞ്ഞൾപ്പൊടി ഇട്ട വെള്ളം. ഒന്നുകൂടി ലൂസായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നിങ്ങളെ ഇഷ്ടം പോലെ ചേർത്തിടാം. അപ്പോൾ നമ്മളെ അച്ചാർ ഇപ്പോൾ ഏകദേശം മിക്സിങ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വറുത്തിടാം. അതിനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഇട്ട് ഉലുവ കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക കേട്ടോ. അത് നല്ലപോലെ ഒന്ന് പൊട്ടി വരുമ്പോൾ കുറച്ച് ഉണക്കമുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 6 ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി. ഇത് നമുക്ക് വറുത്തെടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം കേട്ടോ അച്ചാറിൻ്റെ. നമ്മളെ കിടിലൻ അടിപൊളി അച്ചാർ റെഡി ആയിട്ടോ. പഴയ കാലത്തൊക്കെ അടിപൊളി ഒരു ഐറ്റമാണ് കേട്ടോ. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മളെ ചാനലൊന്ന് ഫോളോ ചെയ്യുക, ജസ്റ്റ് ഒരു ലൈക്ക് ചെയ്യുക, ഒരു കമൻറ്റ് ചെയ്യുക. പിന്നെ ഇങ്ങനത്തെ സാധനം നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഈ നാരങ്ങയ്ക്ക് എന്താണ് നിങ്ങളുടെ നാട്ടിൽ പറയണമെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ ഇതുപോലത്തെ അടിപൊളി റെസിപ്പി വീഡിയോസിനായിട്ട് നമ്മളെ കൂടെ ഒന്ന് ഫോളോ ചെയ്യുക.